ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഡു റെസിപ്പി ആയിട്ടാണ്. ഒരു ടേസ്റ്റി ഹെൽത്തി ഡ്രൈ ഫ്രൂട്ട്സ് ലഡു, ഒരു ന്യൂട്രിയൻ ഡെൻസ് സ്നാക്ക് എന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരു കിടിലനായിട്ടാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ട്, പംകിൻ സീഡ്, ബദാം ഇതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെക്കാം. ഞാൻ ഒരു 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് ജസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് അരിപ്പിൽ വെച്ചിട്ടുണ്ട്. കുറേ സമയം വെക്കരുത്, നിങ്ങൾക്കറിയാമല്ലോ പെട്ടെന്നത് പൊതിർന്ന് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് നമ്മൾ പാനിലിട്ടിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടും റോസ്റ്റ് ചെയ്തെടുക്കാം, ഓരോ ബാച്ചായിട്ട്. അപ്പോൾ ഞാനിത് ഒന്നിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ഓരോന്ന് ആഡ് ഓൺ ചെയ്യും. ഫിഗ്, പിസ്ത അതുപോലത്തെ ഇഷ്ടമുള്ള ഐറ്റങ്ങളൊക്കെ ചേർക്കാം. അങ്ങനെ ഇത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കാൻ വെക്കണം. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മിനറൽ റിച്ച് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. പൊട്ടാസ്യം, മാഗ്നീഷ്യം, അയൺ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മസിലിൻ്റെ ഫങ്ഷൻ ആയാലും അനീമിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കും അതുപോലെ ഹാർട്ടിനും എല്ലാത്തിനും വളരെ നല്ലൊരു സാധനമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലും കുറവൊന്നുമല്ല, നല്ല ടേസ്റ്റാണ്. പിന്നീട് നമുക്ക് വേണ്ടത് എള്ളാണ് കേട്ടോ, കറുത്ത എള്ള്. അതും ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റോസ്റ്റ് ചെയ്ത് മാറ്റി നല്ല സാധനം ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സി ജാറിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ കുരു കളഞ്ഞ ഈത്തപ്പഴം, ഡേറ്റ്സ് അതും ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് ഈ ഒരു രൂപത്തിൽ, ഒരു പേസ്റ്റല്ല, ഈ ഒരു ടെക്സ്ചറിൽ ആക്കി മാറ്റി വെക്കാം. പിന്നീട് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ചേർത്തിട്ട് മുന്തിരി ആഡ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് വഴറ്റി നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അടിച്ച് മാറ്റി വെച്ച ഡേറ്റ്സ് അതും ആഡ് ചെയ്യാം. അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു വെച്ച നട്ട്സിൻ്റെ മിക്സ്ചറില്ല, അതും ഇതിലേക്ക് ചേർത്തിട്ട് അതും നല്ല രീതിയിലൊന്ന് വഴറ്റിയിട്ട് പിന്നെ മുന്തിരിയും ചേർക്കാം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നല്ല രീതിയിൽ ചൂടാക്കി വെക്കാൻ വേണ്ട. അതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളാക്കിയിട്ട് ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് മാറ്റി വെക്കാം. നിങ്ങൾ ഇഷ്ടത്തിന് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഉരുളയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.